ഹലോ ഗെയ്സ്, ഇന്നും കാൽനട യാത്രയിലാണ് കേട്ടോ. പാടം കണ്ടോ? ഇന്ന് പാടത്തൂടെയാണ് യാത്ര. ഇന്ന് പാടത്തൂടെയാണ് യാത്ര. ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് മരിക്കുക എന്നത്. മരിച്ച പ്രശ്നങ്ങൾ തീരുമോ? ജീവനുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക, എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുക. ഈ ലോകം ഇങ്ങനെ പരന്ന് കിടക്കല്ലേ. അപ്പോൾ പരന്ന് കിടക്കല്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിക്കാൻ പറ്റും. ഒന്ന് നമ്മളെ കൂട്ടുകാരെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി നോക്കിയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റും. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കാനായാലും ജീവിക്കാനായാലും എന്തായാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയാൽ പറ്റും, ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അതല്ല, മരിച്ചാൽ പിന്നെ എന്തായാലും പറ്റുമോ? മരിച്ചാലൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ എവിടെ പോയി ഒളിക്കും? അത് പലർക്കും അറിയില്ല. മരിച്ചാലും അവിടെ പോയിട്ട് മരിച്ചു കഴിഞ്ഞാലൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ ഉണ്ട്, അങ്ങനൊരു ജീവിതം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ചെന്നാലും ഉണ്ടാവുമല്ലോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ എവിടെ പോയിട്ട് ഒളിക്കും? എവിടെ പോയി ഒളിക്കാൻ പറ്റില്ല. പിന്നെ അപ്പം അതിനായിട്ട് നല്ലത് ഇവിടുത്തെ പ്രതിസന്ധികൾ ഇങ്ങനെ തരണം ചെയ്തിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ജീവിക്കണതല്ലേ നല്ലത്. എന്നിട്ട് നമ്മുടെ ആയുസ്സൊക്കെ ആരോഗ്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്വമേധയാ മരിക്കട്ടെ എന്ന് വിചാരിക്കുന്നല്ലാതെ നമ്മൾ എന്താ പറയുക, സ്വമേധയാ മരിക്കുകയല്ല, സ്വയം മരിക്കണായിട്ട് നല്ലതല്ല. നമ്മൾ ആയുസ്സൊക്കെ ഒതുങ്ങിയിട്ട് നമ്മൾ താനേ മരിക്കണത്, അങ്ങനെ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ മരിച്ചാലും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എവിടെയോ പോയി ഒളിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ പറയണത്. ആർക്കൊക്കെ അത് ശരിയാണോ തെറ്റാണോ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയല്ല ശരി, ഇങ്ങനെയാണ് ശരിയെന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. ഓക്കെ. നല്ല വെയിലാണ് കേട്ടോ ഗെയ്സ്, പാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തണലൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ കാൽനട യാത്രയിലെ വിശേഷമാണ് കേട്ടോ ഗെയ്സ്.